മനസ്സിലായി. സോ നമ്മൾ വന്നേക്കുന്നത് വേറെ കുറച്ചുള്ള വാട്ടർ ഫ്രണ്ട് മാർക്കറ്റാണ്. ഇവിടെ എന്ന് വെച്ചാല് നിങ്ങൾക്ക് നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാൻ അറിയാമെങ്കിൽ നല്ല വിലക്കുറവ് നിങ്ങൾക്ക് ഇഷ്ടമൊക്കെ കഴിച്ചിട്ട് പോവാം. സോ ഇത് നമ്മൾ പോകുന്നത് ദേറ കോർണിഷിലുള്ള വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലാണ്. സോ യു എയിൽ താമസിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം, ഇന്നലെ 12 മണിയോട് കൂടെ നമ്മളുടെ ലാവിഷായുള്ള ജീവിതങ്ങളൊക്കെ നമ്മൾ കുറച്ചൊന്ന് പിടിക്കേണ്ട ടൈം ആയിരിക്കുന്നു. പെട്രോളിന് വില കൂടി അല്ലേ? അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാണോ ജസ്റ്റ് 85 ഫിൽസ് ആണ് കൂടിയത്. പക്ഷേ 85 ഫിൽസ് മേക്സ് ദി ഡിഫറൻസ്. സോ പെട്രോളിന് വില കൂടിയിട്ടുണ്ടെങ്കിൽ അതുവഴി വരുന്ന എല്ലാ കമ്മോഡിറ്റിക്കും വിലയാണ്. നിങ്ങൾ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയി നോക്കിക്കോ, ഇന്ന് മീൻ മേടിക്കാൻ പോയി നോക്കിക്കോ, നിങ്ങൾ ഞെട്ടും. മിനിമം ടു മിനിമം ഒരു 5 dirhams അല്ലെങ്കിൽ അതിലും കൂടുതൽ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഞങ്ങൾ അതുപോലെ ഒന്ന് ഞെട്ടിയിട്ട് തിരിച്ച് ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ദേറ കോർണിഷ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ കാണുന്ന നെയിം ഞാൻ എടുത്ത് പറയുന്നില്ലെങ്കിലും നമ്മൾ നാട്ടിൽ തൊട്ട് പരിചയമുള്ള സൂപ്പർ മാർക്കറ്റ് തൊട്ട് ഇവിടുത്തെ ബ്രാൻഡഡ് വൺസിൽ പോയാലും പണ്ടൊക്കെ നല്ല വിലക്കുറവിന് കിട്ടിയ സാധനങ്ങൾ ഇപ്പം നമുക്ക് ആ വില ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഗൈസ്. അത് മറിച്ച് ഇപ്പം നമുക്ക് ഇന്ന് ഞങ്ങൾ വാട്ടർ ഫ്രണ്ടിൽ വന്നത് 1 കിലോ പ്രോൺസിന് എവിടെയെങ്കിലും നിങ്ങൾക്ക് 15 dirhamsന് ഇന്നലെ 12 മണിക്ക് മുമ്പും കിട്ടില്ല, ഇന്നും കിട്ടില്ല. സോ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ അറിയാം, നിങ്ങൾക്ക് നല്ല ഫ്രഷ് സാധനം വേണം. അങ്ങനെയുണ്ടെങ്കിൽ വണ്ടി എടുത്തോ, നേരെ വിട്ടോ ദേറ കോർണിഷ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ്. ഞങ്ങളും അതുപോലെ വന്നതാണ്. നേരത്തെ ഞങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഫാമിലീസൊക്കെ കുറേ ഇതുപോലെ ബഞ്ച് കണക്കിന് ഫിഷ് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ഞങ്ങൾ വിചാരിക്കാറുണ്ടായിരുന്നു എന്തായാലും നമ്മൾ അത്ര ഫിഷ് കഴിക്കില്ല, നമ്മൾ 2 പേരാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വിചാരിക്കും എന്തിനാണ് ഇത്രയും ഫിഷ്, മേ ബി അവർ ഒത്തിരി കൺസ്യൂം ചെയ്യുന്നവരാക്കി. അതൊന്നും അല്ല. നിങ്ങൾ വാട്ടർ ഫ്രണ്ടിൽ വന്നിട്ട് ഇത്രയും ഫ്രഷ് മീൻ ഇത്രയും ചെറിയ റേറ്റ് എന്ന് പറഞ്ഞാൽ ആരും ബൾക്കായിട്ട് മീൻ വാങ്ങി പോകും. ഒട്ടും കഴിക്കാത്ത ഞങ്ങൾ വരെ ഇന്ന് വാങ്ങിക്കുന്നത് 8 കിലോ മീനാണ്. അതുപോലെ തന്നെ നമ്മുടെ പാർക്കിങ്, ഇവിടെ വന്നിട്ട് പാർക്കിങ്ങിന് കറങ്ങിത്തിരിയേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ 2 hours ഫ്രീ പാർക്കിംഗ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും 2 hours നമുക്ക് എത്രയും വേഗം നമ്മുടെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. സോ 2 hours വരെ ഇത് പെയ്ഡ് അല്ല, ഫ്രീ പാർക്കിംഗ് ആണ്. സോ ബേസ്മെന്റിലാണ് പാർക്കിംഗ് ഉള്ളത്. സോ നിങ്ങൾ ഫ്രണ്ടിൽ ഫസ്റ്റ് എക്സിറ്റ് വരുമ്പോൾ തന്നെ എക്സിറ്റ് എടുത്താൽ നിങ്ങൾക്ക് പാർക്കിങ്ങിലേക്കുള്ള വഴിയുണ്ട്. പിന്നെ നമുക്ക് എസ്കലേറ്റർ എടുത്തിട്ട് ഗ്രൗണ്ടിൽ പോകുമ്പോഴാണ് നമുക്ക് ഫിഷ് മാർക്കറ്റും ഉണ്ട്, ഫ്രൂട്ട്സ് മാർക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ തന്നെ ബോർഡ് കാണാൻ പറ്റും, നമ്മുടെ ദുബായിലെ തന്നെ ലാർജസ്റ്റ് ഫുഡ് മാർക്കറ്റ് ആണിത്. സോ അത് തന്നെ മീറ്റും പോൾട്രി അതിന് സെപ്പറേറ്റ് ഏരിയാസ് ഉണ്ട്. ഇവിടെയൊക്കെ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ സ്റ്റാൾസ് ഉണ്ട്. നിങ്ങൾക്ക് അത്രയ്ക്ക് വെറൈറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ലുലുവിൽ നെസ്റ്റോയിലൊക്കെ പോയി വാങ്ങുകയാണെങ്കിൽ നമുക്ക് ആകെ ഒരു കൗണ്ടറേ ഉള്ളൂ, അവിടെ ഇരിക്കുന്ന മീനും എടുത്തുകൊണ്ട് പോകേണ്ടി വരും എന്നാ വിലയാണെങ്കിലും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വന്നാൽ ടൈം പോകുന്നതിൻ്റെ മെയിൻ തിങ് എന്ന് വെച്ചാൽ ഒരു 100 സ്റ്റോൾസോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാം ഡിഫറെൻറ്റ് വെറൈറ്റി മീനും. സോ നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് നമുക്ക് മീൻ എടുക്കാൻ പറ്റും. 1 kg ഇത് സിമ്പിളല്ലോ. കല്യാണത്തിനോട് പിന്നെ ഇതിൻ്റെ ഒരു സെഷനിൽ വരുന്നത് അക്വേറിയം ഫിഷസ് ആണ്. സോ അക്വേറിയം ഫിഷസ് നല്ല നമുക്ക് വീട്ടിൽ അക്വേറിയം, ഞങ്ങൾക്കൊരു ചെറിയ അക്വേറിയം ഉണ്ട്, കുറേ ഞങ്ങൾ മേടിച്ചു. സോ നല്ല അക്വേറിയം, നല്ല ഫിഷസ് ഉണ്ട്. അതിലിടാൻ പറ്റിയ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഷ് ടാങ്ക് ഉണ്ട്, പെബിൾസ് ഉണ്ട്. പിന്നെ ഒരു സൈഡിൽ വന്നിട്ട് വലിയ ക്രാബ്, ഞാൻ ഇത്ര വലിയ ക്രാബിനെയൊക്കെ നേരിട്ട് കാണുന്നത് ഇവിടെ വെച്ചിട്ടാണ്. വലിയ ക്രാബ്, പിന്നെ സീ സ്നേക്കാന്ന് തോന്നുന്നു, ഐ ഡോണ്ട് നോ, അതുപോലത്തെ ഒരു സാധനം ഞാൻ കണ്ടു വീഡിയോയിൽ ഉണ്ട്.
അതുപോലെ ക്രാബ്, പിന്നെ ഈ വലിയ ഷെല്ലുള്ള എന്തോ ഫിഷ്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മൾ മാത്രമല്ല, ഇവിടെ നമുക്ക് കുറേ ഈജിപ്ഷ്യൻസ്, അറബീസ്, ഫിലിപ്പീനോസ്, സോ അങ്ങനെ കുറേ ഡിഫറെന്റ് നാഷണാലിറ്റീസിന്റെ ഒക്കെ മെയിൻ ഒരു സെന്ററാണിത്. അവരൊക്കെ വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് അധികം വേറെ ആൾക്കാരെ കാണാത്ത, ഇവർ ജസ്റ്റ് ഈ സ്റ്റോളൊക്കെ തുറന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു 9-10 ആകുമ്പോഴത്തെ ഭയങ്കര റഷായിരിക്കും. ഞാൻ ജസ്റ്റ് 40 dirhamsന് വാങ്ങിയതാണ്. ഇതിനകത്ത് സ്ക്വിഡിന്റെ നല്ല വലിയ പ്രോൺസ് ഉണ്ട്, അത് തന്നെയല്ല ചെറിയ മത്തിയില്ല, പിന്നെ സ്ലൈസിങ് ഉണ്ടായിരുന്നു, പേര് എനിക്കറിയില്ല. ഇത്രയും കൂടെ ജസ്റ്റ് 40 dirhamsനാണ്. എന്നിട്ട് നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി വാട്ടർ ഫ്രണ്ട് യു ഷുഡ് വിസിറ്റ്.